പ്രമേഹ രോഗിക്ക് അഡ്വൈസ് ചെയ്യുന്ന ചെരുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരെ കാലിനും കസ്റ്റമൈസ് ചെയ്ത നമ്മൾ കൊടുക്കുന്നത് കുറച്ച് നിബന്ധനകളുണ്ട് ആ ചെരുപ്പിന്. അത് ആ പ്രതലം ഇൻസോൾ, കാൽപാദം വെക്കുന്ന ആ ഭാഗം, അതിനാണ് ഇൻസോൾ എന്ന് പറയുന്നത്. ആ ഇൻസോള് MCRO MCPO ആവണം. പക്ഷെ ആ ഔട്ട്സോള് അത് റിജിഡ് ആവണം. പക്ഷേ ഈ റിജിഡ് എന്തിനാന്ന് പറയുക, റിജിഡ് പുറത്ത് റിജിഡാക്കി കൊടുക്കുന്നത് നമ്മൾ വല്ല ആണിയോ മുള്ളോ എന്തെങ്കിലും കയറിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇതിനോട് തറയ്ക്കാതെ റിപ്പൽ ചെയ്ത് പോകണം. അതേസമയം ഇൻസോള് സോഫ്റ്റ് ആയിരിക്കണം. പിന്നെ രണ്ട് സൈഡിലും എയർവേ ഉണ്ടാവണം. പിന്നെ അതേപോലെ തന്നെ ഇവരെ തൊലികളൊക്കെ വളരെ നേർമയുള്ളതായിരിക്കുമല്ലോ, ഞാൻ മുന്നേ പറഞ്ഞല്ലോ. അപ്പോൾ ഈ സ്കിന്നിനെ ഡാമേജ് ചെയ്യാത്ത വെൽക്രോ ആയിരിക്കണം അവർക്ക്. എന്നാൽ ചെരുപ്പിൻ്റെ സാധാരണ ചെരുപ്പ് കണ്ടിട്ടുണ്ടോ, വലിച്ചു മുറുക്കും ഇവർ. പക്ഷേ ആ വലിച്ചു മുറുക്കുമ്പോൾ പോലും ആ സ്കിന്നിന് ഒരു ഡാമേജ് വരുത്താത്ത രീതിയിലായിരിക്കണം ആ ചെരുപ്പ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. പിന്നെ ഹീൽ കൗണ്ടറും ഒന്ന് ആ ഹീലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന വിധത്തിലായിരിക്കണം ആ ഹീൽ കൗണ്ടർ. അതേപോലെ തന്നെ ഫ്രണ്ട് ഭാഗം എവിടെയെങ്കിലും തട്ടാൻ പാടില്ല. എവിടെയെങ്കിലും ഈ രോഗി പോയി എവിടെയെങ്കിലും ഇതായിട്ടുള്ള തട്ടിക്കഴിഞ്ഞാൽ നേരെ ചെന്ന് കാലിൻ്റെ വിരലുകൾ ഡാമേജ് ആവരുത്. അപ്പോൾ ആ ഫ്രണ്ടിലുള്ള ആ ഫ്രണ്ട് ഭാഗവും നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് ആക്കിയിട്ട് ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കുള്ളൂ. അപ്പോൾ കുറേ നിബന്ധനകളുണ്ട് ഈ ചെരുപ്പ് ഉണ്ടാക്കുമ്പോൾ. അപ്പം അങ്ങനത്തെ ഒരു ചെരുപ്പാണ് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് പ്രമേഹ രോഗികൾ.